ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒഴിച്ചടയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ അടയുണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അമ്പലങ്ങളിൽ ഭഗവാന് നേദിക്കാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാന് നേദിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ഉണക്കലരി കഴുകി വൃത്തിയാക്കി 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുത്തതാണ്. 2 മണിക്കൂർ അരി കുതിർത്തിട്ട് ആ അരി പൊടിച്ച് ഒരു ദിവസം ഒരു പാത്രത്തിലോ മുറത്തിലോ ചെറുതായിട്ടൊന്ന് പുളിക്കാനായിട്ട് നിരത്തിയിടണം. അതിനുശേഷം ആ അരിപ്പൊടി എടുത്താലും മതി. ഇനി ഈ അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കാം. പിന്നെ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കലക്കി വയ്ക്കാം. ഈ ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. ഭഗവാന് നേദിക്കുന്ന ഒരു സാധനങ്ങളിലും ഉപ്പ് ഉപയോഗിക്കാറില്ല. ഇതും ഞാൻ ഉപ്പ് ചേർക്കാതാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് ശർക്കര ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഉരുക്കിയ ശർക്കര ഇനി ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കാം. നിങ്ങൾ എടുക്കുന്നത് കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര ചെറുതായിട്ട് പൊടിച്ച് അതിൽ തേങ്ങയും പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് അടയുണ്ടാക്കിയെടുത്താലും മതി. ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കി അരിക്കുകയാണെങ്കിൽ അതിലുള്ള കല്ലൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അട കുറച്ച് സമയം വെച്ചിരുന്നാൽ അത് കേടാകത്തുമില്ല. ഇനി ഒരു മുറി തേങ്ങ ചിരണ്ടി അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പഴം ചേർക്കാം. ചെറുപഴമോ നേന്ത്രപ്പഴമോ ചേർക്കാം. ചെറുപഴം ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. നേന്ത്രപ്പഴമാണ് ചേർക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ട് അരിയുകയും വേണം, കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുകയും വേണം. അതുപോലെ തന്നെ നേദിക്കാനായിട്ട് എടുക്കുന്ന അടയാണെങ്കിൽ അതിൽ ഫ്ലേവറുകളൊന്നും ചേർക്കാറില്ല. ഏലക്കയോ ജീരകമോ ഒക്കെ ഒന്നും ചേർക്കാറില്ല. ഇനി നമുക്ക് മാവ് നോക്കാം. മാവ് കുറച്ച് കട്ടിയായതുപോലെ തോന്നും, പക്ഷെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അത് പഴയതുപോലെ ലൂസായി കിട്ടും. ഇനി വാട്ടിയ ഇലയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇതുപോലെ കോരി ഒഴിച്ച് കൂടുതൽ നിരത്തരുത്. കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഒരു ഇലയിൽ കൂടുതൽ സൈഡിലോട്ട് നീക്കുകയാണെങ്കിൽ നമുക്കിത് മടക്കാൻ പറ്റൂല ഇല. അപ്പോൾ കുറച്ച് വലിയ ഇല എടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് മടക്കി ആദ്യം 2 സൈഡും ഒന്ന് മടക്കണം. ഇതുപോലെ ഈ സൈഡ് പിന്നെ മറ്റേ സൈഡ് നമ്മൾ ലോക്ക് ചെയ്യുകയാണേ. അല്ലെങ്കിൽ ഇത് ലൂസ് മാവായതുകൊണ്ട് വെളിയിൽ പോകും. പിന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴോട്ടങ്ങ് മടക്കുക. ഇതിനി നൂല് കൊണ്ടോ വാഴനാര് കൊണ്ടോ ഒന്നും കെട്ടുമൊന്നും വേണ്ട. ഈ മടക്ക് മുകളിൽ വരുന്ന രീതിയിൽ ആവിയിൽ വേവിക്കാനായിട്ട് അടുക്കി വെക്കുക. അത് നൂർന്ന് വരത്തില്ല. നമ്മൾ ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ വെച്ച് വെക്കുമ്പോൾ അതവിടെ ലോക്കായിട്ട് ഇരുന്നോളും. അല്ലെ, ആദ്യം ഇങ്ങനെ മടക്കുക, എന്നിട്ട് സൈഡിൽ നിന്ന് മടക്കുക. അപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ വെളിയിൽ പോകില്ല. പിന്നെ കോർണർ 2 മടക്കുക. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് മടക്കിയിട്ട് ഇതുപോലെ എടുത്ത് അങ്ങ് ആവിയിൽ വേവിക്കാൻ വെക്കുക. കണ്ടോ, ഇത് കണ്ടു വെച്ചേക്കുന്നേ. മാവ് ഇലയിൽ പരത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് പുഴുങ്ങിയെടുക്കാനുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് എല്ലാം അടുക്കി വെച്ചതിന് ശേഷം ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മാവ് ചോർന്നൊലിച്ച് പോകും. ഇപ്പം ഞാനിതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഒരു 12 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് കട്ടിയാവും. കൂടുതൽ സമയം വെക്കാനല്ലേ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്തവണ വിഷുക്കണി ഒരുക്കുമ്പോൾ ഭഗവാന് നേദിക്കാനുള്ള അട ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.